ഓടിച്ചാടി വന്ന് കയറിയതാ. പക്ഷേ ഈ മഴയത്ത് ഓടിച്ചാടി കയറി വന്നപ്പോഴത്തേക്കും പുറത്താണ് 2 മണിക്കൂറിനുള്ളതുണ്ട്. ആദ്യം ലെഗാവെന്ന് വിചാരിച്ചു, പക്ഷെ പൊളിയാ. അടിപൊളിയാ. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ കുറഞ്ഞു. കാരണം വേറെ ലെവലെടുക്കുക റിയലിസ്റ്റിക് പടം ഇത്രയും ലെവലിൽ ഒരു പക്ക റിയലിസ്റ്റിക് എടുക്കാൻ ഷായിക്ക് എന്തൊരു കഴിഞ്ഞിട്ടേ ഉള്ളൂ. വേറെ ആരും ആ റേഞ്ചിൽ എടുത്തില്ല. തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ അലവില പിഞ്ചറ നായായിട്ട് ബോഡി സ്റ്റോറി എടുക്കാൻ ഷായിക്ക് എന്തൊരു കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ അപ്പോൾ ഒരു രക്ഷയില്ല. അവരുടെ ബോണ്ടും കാര്യങ്ങളും എല്ലാം തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു മസ്റ്റ് വാച്ച് പണം തന്നെയാണ്. രണ്ടുപേരുടെയും ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടുണ്ട്. ആ ബോണ്ട് സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. കേരളം കത്തിച്ച് തിരിച്ചു തിരിച്ച് ആ റേഞ്ചിൽ എടുത്തിട്ട് രക്ഷയില്ലെന്ന് വെച്ചാൽ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് എന്ന് വേണമെങ്കിലും പറയാം. നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരു മനസ്സിൽ തട്ടുന്ന ലെവലുള്ള ക്ലൈമാക്സ് ആയിപ്പോയി. പോലീസുകാരുടെ സ്റ്റോറി ഇങ്ങനെയാണ്. അവർ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലും എന്താണെന്നുള്ള അവരുടെ ഇമോഷൻസും കാര്യങ്ങളും എല്ലാം തുടക്കം മുതൽ അവസാനം വരെ അതുപോലെ എടുത്തിട്ടുണ്ട്. ഒരു പോലീസ് സ്റ്റേഷൻ എങ്ങനെ കണ്ട ഒരു പോലീസുകാരെ നമ്മൾ എങ്ങനെ കാണുന്നു അതുപോലെ അവരെ കൂടെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ എടുത്തിട്ടുണ്ട്. പടത്തിന്റെ ടൈറ്റിലും പേരും എല്ലാം പടത്തിന് അനുയോജ്യമായ രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഓരോ ആൾക്കാരുടെ പെർഫോമൻസ് സൂപ്പറായിട്ട് ഷായിക്കത് വേറെ രക്ഷയില്ല. ഇതിനുണ്ടാവില്ല പെർഫോമൻസ് ഡയറക്ടർ തന്നെ പറയാം. ആ റേഞ്ചിൽ ചെയ്യുന്നുണ്ട്. 2 മണിക്കൂർ അങ്ങനെ ഡ്യൂറേഷനേ ഉള്ളൂ. പക്ഷേ ഭയങ്കര എൻഗേജ്. ഞാൻ ഇപ്പോൾ പലരും ഇത് പ്രകൃതി പടം പച്ചയാണ് ഒറ്റയ്ക്ക് വന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കുന്നതാണ്. ഈ ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണെങ്കിലും ഡയലോഗ്സ് ആണെങ്കിലും എക്സിക്യൂഷൻ ആണെങ്കിലും എല്ലാം ഒന്നിനൊന്നും മികച്ചിരിക്കുന്നത് നമുക്ക് അഭിമാനത്തോട് കാണിക്കാം. വീണ്ടും മലയാളത്തിൽ മോദിക്കുണ്ടല്ലോ. നിങ്ങളുടെ ദിലീഷ് ആണെങ്കിലും റോഷൻ ആണെങ്കിലും ഇതിലൊന്നും പറയല്ലേ. ഇത് ആ റേഞ്ച് ആണ്. ഇത്